നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മാസ്റ്റർ വീട്ടിൽ പോയി അസുഖവിവരം അന്വേഷിക്കുക എന്നതായിരുന്നു അതിന്റെ ഒരു മര്യാദ. ഇതിപ്പോ സ്കൂളിൽ പോയി മാസ്റ്റർ കാണാന്നൊക്കെ പറയുമ്പോ എന്തോ എനിക്ക് ഒരുമാതിരി തോന്നുന്നു. ശരിയാ സുന്ദരി, നമുക്ക് മോളെ കൊണ്ടാക്കിയിട്ടിങ്ങി തിരിച്ചു പോരാ. പിന്നെ എപ്പോഴെങ്കിലും വീട്ടിൽ പോയി കാണാം, അതാ വേണ്ടത്. അസുഖ വിവരം അറിഞ്ഞില്ലെങ്കിലും അമ്മൂട്ടിക്ക് മാസ്റ്ററിനെ ഒന്ന് കാണാലോ. അമ്മൂട്ടി ഇതുവരെ മാസ്റ്ററിനെ കണ്ടിട്ടില്ലല്ലോ. കാണുമ്പോ ഈ രീതിയൊക്കെ അങ്ങ് മാറും. ഇപ്പൊ നമുക്ക് മാസ്റ്ററിന് സ്കൂളിൽ പോയി കാണാം. വൈകിട്ട് വീട്ടിലേക്ക് ചെല്ലുമെന്നും അപ്പ പറയാം. മാസ്റ്റർ അപ്പൊ വീട്ടിൽ തന്നെ കാണുമല്ലോ അല്ലേ അമ്മൂട്ടി? എന്തായാലും ആദ്യം മാസ്റ്ററിനെ കാണട്ടെ, അത് കഴിഞ്ഞ് തീരുമാനിക്കാൻ നമുക്ക് എന്ത് വേണമെന്ന്. അത് ശരിയാ, തീരുമാനമാകും. കണ്ട എല്ലാ കാര്യത്തിനും ഒരു തീരുമാനമാകും, അത് ഉറപ്പാ. ദൈവമേ, സുന്ദരി ഇന്ന് കാർത്തിക്കിനെ കണ്ട സത്യം അറിഞ്ഞിട്ടും ഞാൻ മറച്ചു വെച്ചു എന്ന് പറഞ്ഞ എനിക്കും പ്രശ്നമാവുമല്ലോ. ഞാൻ മനഃപൂർവ്വം മഴമോളെ കാർത്തിക്കിന്റെ അടുത്തേക്ക് വിട്ടുകൊടുത്തതാണെന്ന് വിചാരിക്കുമല്ലോ സുന്ദരി. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ചാമുണ്ടേശ്വരി, കാർത്തിക്കിനെ ഒരിക്കലും സുന്ദരിയുടെ മുന്നിൽ കാണിച്ചു കൊടുക്കരുതേ. വാ അമ്മേ. താങ്ക് യു ചേട്ടാ. വാ വാ. അമ്മൂട്ടി, നമുക്ക് പോയി MK മാസ്റ്ററിനെ കാണാം. അതിന് MK മാസ്റ്റർ വന്നു കാണോ മോളെ? പിന്നെ MK മാസ്റ്റർ ഇവിടെ തന്നെ കാണും. മാസ്റ്റർ എപ്പോഴും സ്പോർട്സ് റൂമിലായിരിക്കുന്നേ. വാ, നമുക്ക് അവിടേക്ക് പോവാം. പോവാം. വാ അമ്മ. എന്തു പറ്റി? അമ്മയെന്താ അവിടെ നിന്ന് കളഞ്ഞ? വന്നേ. ചെറിയച്ചമ്മ വാ, നമുക്ക് MK മാസ്റ്ററിനെ കണ്ടിട്ട് വരാം. വേഗം വാ, ഇപ്പൊ ബെല്ലടിക്കും. എന്ത് പറ്റി അമ്മ? അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നെ? ഒന്നുമില്ല മോളെ. എങ്കിൽ പിന്നെ വാ, നമുക്ക് പോയിട്ട് വരാം. ഒന്ന് വേഗം വാ രണ്ടുപേരും. ബെല്ലടിച്ചാ പിന്നെ MK മാസ്റ്ററിനെ കാണാൻ പറ്റൂല, പറഞ്ഞേക്കാം. വാ അമ്മേ. ഇവിടെ നേരെ അങ്ങോട്ട് പോയാ അവിടെ കാണുന്നതാ MK മാസ്റ്ററിന്റെ മുറി. നമുക്കേ MK മാസ്റ്റർ വന്നിട്ടുണ്ടോന്ന് ആരോടെങ്കിലും ചോദിച്ചിട്ട് പോവാം. അയ്യോ, ചോദിക്കൊന്നും വേണ്ട. മാസ്റ്റർ വന്നു കാണോ അമ്മൂട്ടി? ഒന്ന് ചോദിച്ചു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. എക്സ്ക്യൂസ് മീ, ഇവിടുത്തെ PT മാസ്റ്റർ ഇല്ലേ MK മാസ്റ്റർ? പുള്ളി എത്തിയിട്ടുണ്ടോ? മാസ്റ്റർ വന്നു, സ്പോർട്സ് റൂമിലുണ്ട്. ഞാനിപ്പോ മാസ്റ്ററോട് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ. ശരി. ഞാൻ പറഞ്ഞില്ലേ മാസ്റ്റർ വന്നു കാണുന്ന്. വാ ഇങ്ങോട്ട്. വാ വാ അമ്മ. നിങ്ങൾ പോയിട്ട് വാ മോളെ, ഞാനിവിടെ നിൽക്കാം. അപ്പുറം വരെ പോകുന്നതിന് എന്താ കുഴപ്പം? അമ്മ കൂടി വാ. എനിക്ക് വല്ലാത്ത ദാഹം. ഞാൻ ആ ഓഫീസ് റൂമിൽ പോയി കുറച്ച് വെള്ളം വാങ്ങി കുടിക്കട്ടെ. നിങ്ങൾ അങ്ങോട്ട് നടന്നോ, ഞാൻ വന്നോളാം. ചെറിയച്ചമ്മ, മാസ്റ്ററിന്റെ റൂമിലെ വെള്ളം ഇരിപ്പുണ്ട്. ചെറിയച്ചമ്മയ്ക്ക് ഞാൻ മാസ്റ്ററിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു തരാം. വാ. അമ്മ. എന്താ അമ്മ? അമ്മയ്ക്ക് വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അസുഖം വല്ലതുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല മോളെ, നിങ്ങൾ പോയിട്ട് വാ. ചെല്ലെ.
ചെറിയച്ഛമ്മ വരുന്നില്ലെങ്കിൽ വരണ്ട. മോള് വാ, നമുക്ക് പോയിട്ട് വരാം. ചെറിയച്ചമ്മയോട് ഞാനിനി മിണ്ടില്ല. നോക്കിക്കോ. വാ മുട്ടി. ചാമുണ്ടേശ്വരി, കുഴപ്പമൊന്നും ഉണ്ടാക്കി വെക്കല്ലേ. കാർത്തിക് അവിടെ കാണല്ലേ ഭഗവതി, കാത്തോളണേ. എവിടെ നിന്റെ MK മാസ്റ്റർ? മാസ്റ്ററേ, MK മാസ്റ്ററേ, മാസ്റ്ററേ. അമ്മൂട്ടി, മാസ്റ്റർ എവിടെയോ പോയെന്ന് തോന്നുന്നു. എക്സ്ക്യൂസ് മീ. ഞങ്ങൾ MK മാസ്റ്ററിനെ കാണാൻ വന്നതായിരുന്നു. പുള്ളി എവിടെ പോയി? MK മാസ്റ്റർ മാനേജർ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുവാ. അങ്ങോട്ട് പോയതാ. പാമോളെ, പോവാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? MK മാസ്റ്റർ മാനേജറെ കാണാൻ പോയേക്ക്. നമുക്ക് മാനേജറിന്റെ മുറിയിലേക്ക് പോയാലോ? അയ്യോ, ആവശ്യമില്ലാതെ മാനേജറുടെ മുറിയിലൊക്കെ ചെന്ന് കയറാൻ കൊള്ളാവോ? അത് പാടില്ല മോളെ. നമുക്ക് മാനേജറിന്റെ റൂമിൽ കയറണ്ട, അതിന്റെ പുറത്ത് നിൽക്കാം. MK മാസ്റ്റർ ഇറങ്ങി വരുമ്പോ കാണാലോ. എന്നെ MK മാസ്റ്ററെ കാണിച്ചു തന്നിട്ടേ അടങ്ങുന്നുള്ള വാശിയില്ല. ആ വാശിയാ. ആണോ? എങ്കി ആ വാശി വിടണ്ട. MK മാസ്റ്ററെ കണ്ടിട്ട് തന്നെ വേറെ കാര്യം. നമുക്ക് മാനേജറുടെ റൂമിലേക്ക് പോവാം. ആ വാ. കാർത്തിക് കാണിച്ചത് ശരിയായ നടപടിയാണെന്ന് തോന്നുന്നു. കുട്ടികളെ മുഴുവൻ സ്കൂൾ ബസ്സിൽ തന്നെ ചാമ്പ്യൻഷിപ്പിന് കൊണ്ടുപോകണമെന്നും PT മാസ്റ്റർ എന്ന നിലയിൽ താങ്കൾ ഒപ്പം ഉണ്ടാകണമെന്നും മാനേജ്മെന്റ് കൃത്യമായി നിർദ്ദേശിച്ചിരുന്നതല്ലേ? സർ, 2 കുട്ടികൾ വരാൻ വൈകിയതുകൊണ്ടാണ് സ്കൂൾ ബസ് എനിക്ക് കൃത്യസമയത്ത് ഇവിടെ നിന്ന് വിടേണ്ടി വന്നത്. അങ്ങനെ ഒരു തീരുമാനം സ്വയം എടുക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഓതറൈസ്ഡ് പേഴ്സണെ റിപ്പോർട്ട് ചെയ്തിരുന്നോ? ഞാൻ സാറിനെ ഫോണിൽ വിളിച്ചിരുന്നു. സാറ് ഫോൺ എടുക്കാത്തത് കൊണ്ട് അസിസ്റ്റന്റ് മാനേജറിനെ വിളിച്ച് വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തതാ. ദീപ ടീച്ചർ എന്നെ പറ, അസിസ്റ്റന്റ് മാനേജർക്ക് സ്കൂളിന്റെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനിൽ എന്ത് റോളാണുള്ളത്? പറ. അസിസ്റ്റന്റ് മാനേജർക്ക് ഓഫീസിന്റെ ചാർജാ ഉള്ളത്. പറഞ്ഞത് കേട്ടല്ലോ, അസിസ്റ്റന്റ് മാനേജർക്ക് ഓഫീസ് കാര്യങ്ങളുടെ ചാർജ് മാത്രമാണുള്ളത്. കുട്ടികളുടെ കാര്യത്തിലോ സ്കൂളിന്റെ നടത്തിപ്പിലോ അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ല. അറിയോ മിസ്റ്റർ കാർത്തികിന്? സോറി സർ, എനിക്കത് അറിയില്ലായിരുന്നു.